ഓൾറൈറ്റ്, നമുക്ക് സ്ട്രെയിറ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഞാനൊരിക്കലും നിങ്ങളടുത്ത് നിങ്ങൾ കേട്ട് പഴകിയിട്ടുള്ള നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങളൊരാളുടെ കണ്ണിലേക്ക് തീക്ഷ്ണമായി നോക്കിയിട്ട് സംസാരിക്കണം, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള അഡ്വൈസ് ഒന്നും ഞാനും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. ഞാനും നിങ്ങൾക്ക് കുറച്ച് ടിപ്സും ട്രിക്സുമാണ് തരാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിങ്ങിലായാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാനാണെങ്കിലും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ തന്നെ നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ ആൾക്കാരോട് സംസാരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ എങ്ങനെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സുമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ലാംഗ്വേജിൽ ഭയങ്കര രീതിയിലുള്ള പ്രാവീണ്യം വേണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മലയാളം അറിയണം, ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ സംസാരിക്കുന്ന സ്റ്റൈലാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കീ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മറ്റേ ടോവിനോ പറഞ്ഞ പോലെ എന്റെ മലയാളം ഒട്ടും നല്ല മലയാളം അല്ല, അല്ലേ? അതെനിക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ എങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുന്നു, അതിലാണ് കാര്യം. ആദ്യമായിട്ട് നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് നോക്കാം. ഇപ്പോൾ ഒരു 100-200 ആൾ അല്ലെങ്കിൽ 2000 ആളുള്ള ഒരു വലിയ വേദി, ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിന് മുമ്പിൽ നിങ്ങൾക്ക് എണീറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയം മുതലേ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു, ഒരാളോട് സംസാരിക്കില്ല. ഇപ്പോൾ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ വരെ റൂമിലകത്തേക്ക് പോയിരിക്കും, അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലൊക്കെ എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും ഒന്നും എടുക്കാണ്ട് സൈലൻ്റായിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഞാനും ചെറുപ്പത്തിൽ. എനിക്ക് സത്യം പറഞ്ഞ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിട്ട് നാടകത്തിൽ ഞാനൊരു മരമായിട്ടൊക്കെയാണ് അഭിനയിച്ചത്. അതായത് ഫുള്ള് ഈ ഇലയും ചില്ലകളൊക്കെ വെച്ച് കെട്ടിയിട്ട്, അതാകുമ്പോൾ സംസാരിക്കണ്ടല്ലോ, അല്ലെങ്കിൽ ആൾക്കാർ മുഖം കാണൂലല്ലോ സ്റ്റേജിൽ. അങ്ങനെ വരെ ഞാൻ അത്രയും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? നിങ്ങളുടെ ഫോൺ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ അതായാലും മതി. നിങ്ങൾ ജസ്റ്റ് ഒരു ട്രൈപോഡിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ടേബിളിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടേത് തന്നെ ആയിട്ടുള്ള ഒരു 5 മിനിറ്റ് വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഭൂമിയുടെ താഴെയുള്ള എന്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നായകനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയുടെ റിവ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ വായിച്ച ഒരു ബുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എന്ത് കാര്യം, ഇപ്പോൾ ഈവൻ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5 മിനിറ്റ് നിങ്ങൾ അതിനെ കുറിച്ചിട്ട് ചുമ്മാ കാഷ്വലായിട്ട് നിങ്ങൾ സംസാരിക്കുക. എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ പലതവണ കാണണം. അതായത് ഫസ്റ്റ് തവണ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്കുകൾ നിങ്ങൾ സംസാരത്തിൽ വരുത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. എവിടെയൊക്കെ നിങ്ങൾ ആ എന്താ പറയുക, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് പറയുന്നു എന്നുള്ളത് നോട്ട് ചെയ്യുക. രണ്ടാമത്തെ തവണ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, നിങ്ങളൊരു ഭയങ്കര വീക്കായിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു കോമാളിനെ പോലെയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ലുക്കായിട്ടാണോ ഇരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകൾ, നിങ്ങളുടെ കാല് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യുക. മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കണ്ടൻറ്റ്. അതായത് നിങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ കണ്ടൻറ്റ് എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റുകളാണ് നിങ്ങൾ ഈ സാധനത്തിനെ കുറിച്ചിട്ട് പറയുന്നതെന്ന്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എടുത്ത സബ്ജക്റ്റ് പൊട്ടാറ്റോ ചിപ്സ് ആണെന്ന് വിചാരിക്കുക. ഈ പൊട്ടാറ്റോ ചിപ്സിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞ കണ്ടൻറ്റ് എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ ഈ 5 മിനിറ്റിൽ മേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ ഈ 5 മിനിറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതായത് പൊട്ടാറ്റോ ചിപ്സിൻ്റെ ടേസ്റ്റിനെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, അത് എങ്ങനെയാണ് അവർ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ പ്രൈസിൻ്റെ സംഭവം പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ വാല്യുബിൾ ആയിട്ടുള്ള എത്രത്തോളം പോയിന്റുകൾ നിങ്ങൾ മേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ പല പല സബ്ജക്റ്റിനെ കുറിച്ചിട്ട് 5 മിനിറ്റ് വീഡിയോസ് നിങ്ങൾ ഡെയിലി ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് വേദിയിൽ നിൽക്കുമ്പോഴും എന്ത് സംഭവത്തിനെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഞൊടിയിടയിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരോട് വിറയലില്ലാണ്ട് കോൺഫിഡൻസോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ മൈൻഡ് അങ്ങോട്ട് എംപ്റ്റി ആവുക ചെയ്യുക. നമുക്കറിയാം എന്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നുള്ളത്, പക്ഷേങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ ഈ പോയിന്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഓക്കെ കണ്ടൻറ്റിൻ്റെ കാര്യം ഓക്കെ ആയി, പക്ഷേ നമുക്ക് ഈ അത്രയും ആൾക്കാരുടെ മുമ്പിൽ കയറി നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് വേണ്ടേ, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ കയറി നിന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം വേണ്ടേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിന് ഞാൻ തുടങ്ങിയ സമയത്ത് ഉപയോഗിച്ച 1-2 ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു വേദിയിൽ കയറി ഒരുപാട് ആൾക്കാർ നിങ്ങളെ കേൾക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യുക, നടുക്കിരിക്കുന്ന ഓഡിയൻസിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തിട്ട് അയാളെ നോക്കിയിട്ട് സംസാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ്ലി നിങ്ങൾ അയാളോട് സംസാരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നിങ്ങളുടെ ബ്രെയിന് പതിയെ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും.
അങ്ങനെ ഇഗ്നോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ധൈര്യം കിട്ടും. ഈ ഒരാളോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ബ്രെയിന് കുറച്ചുകൂടെ ധൈര്യം നിങ്ങൾക്ക് തരും. രണ്ടാമത്തെ ട്രിക്ക് ഞാൻ പേഴ്സണലി ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇതാരും നെഗറ്റീവായിട്ട് എടുക്കരുത്. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ മൈൻഡിനെ ട്രിക്ക് ചെയ്ത് കോൺഫിഡൻസ് കൂട്ടാനുള്ള ഒരു കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നിങ്ങൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരെക്കാളും ബെറ്ററാണ്. അതായത് നിങ്ങളെ മുമ്പിലിരിക്കുന്ന ആൾക്കാരെക്കാളൊക്കെ ബെറ്ററാണ് നിങ്ങൾ എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതായത് സത്യം പറഞ്ഞ ഒരു നാർസിസിസ്റ്റിക് ടോക്സിക് ബിഹേവിയർ എന്നൊക്കെ പറയാം, പക്ഷെ നിങ്ങളെ ബ്രെയിനിനെ സത്യം പറഞ്ഞാൽ ട്രിക്ക് ചെയ്യാൻ അത് മതി. നിങ്ങൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതായത് എൻ്റെ മുമ്പിലിരിക്കുന്ന ആരും എൻ്റെ അത്ര വാല്യുബിൾ അല്ല എന്നുള്ളൊരു, അത് വിചാരിച്ച് അവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ അങ്ങനെ ഒരു തോട്ട് നിങ്ങൾ ഉള്ളിൽ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ കറേജും കുറച്ചുകൂടെ ധൈര്യവും കിട്ടും, ഒരു നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡ് കിട്ടും. ഇത് ഞാൻ പേഴ്സണലി ചെയ്യുന്ന ട്രിക്കാണ്. ഞാൻ എല്ലാവരോടും ഉപയോഗിക്കണമെന്നൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സഭാകമ്പുകളുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് വിചാരിച്ചിട്ട് വേദിയിലുള്ള ആൾക്കാരെ ഒന്നായിട്ട് തെറി വിളിക്കുക അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക ചെയ്യരുത്. ഇത് നിങ്ങളുടെ ഉള്ളിൽ മാത്രം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇനി നമുക്ക് എക്സ്ട്രീംലി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കാം. അതായത് പുതിയൊരു ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആളോട് സംസാരിക്കാനുള്ളൊരു പേടി അല്ലെങ്കിൽ മടി, അല്ലെങ്കിൽ പെൺകുട്ടികളോട് സംസാരിക്കാൻ എസ്പെഷ്യലി. എനിക്ക് യൂട്യൂബിൽ വന്ന ഒരുപാട് കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര ലുക്കാണ്, ഞാൻ ഭയങ്കര ഫിറ്റാണ്, പക്ഷേ ഇപ്പോഴും എന്നിട്ടും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പെൺകുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പെൺകുട്ടികളോട് സംസാരിക്കാൻ പോകുമ്പോൾ മൈൻഡാകെ എംറ്റി ആവുകയാണ്, പേടിയാവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഒന്നെങ്കിൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയിട്ട് ometv.com അല്ലെങ്കിൽ മങ്കി അല്ലെങ്കിൽ ഒമഗല ഇപ്പോൾ ബാൻ ചെയ്തു, അപ്പോൾ monkey.com ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ പോയിട്ട്, ഈ വെബ്സൈറ്റുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട്, അതായത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരോട്, ലോകത്തിൻ്റെ ഏത് കോർണറിലുള്ള ആൾക്കാരോടും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അതായത് വീഡിയോ കോൾ പോലെ നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോർട്ട് ചെയ്യാൻ പറ്റും, പെൺകുട്ടികളോട് സംസാരിക്കണോ ആൺകുട്ടികളോട് സംസാരിക്കണോ എന്നുള്ളത് നിങ്ങൾ സോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏത് രാജ്യം വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നെതർലാൻഡിലുള്ള ഒരാളോട് സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾ US UK ഉള്ള ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരുപോലെ സംസാരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ആണുങ്ങളോടും പെണ്ണുങ്ങളോടും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. എങ്ങനെ പെൺകുട്ടികളോടൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളത് നിങ്ങൾ പതിയെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നു തുടങ്ങും. നിങ്ങൾ ഒരുപാട് ഇതിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് റിയൽ ലൈഫ് അപ്ലിക്കേഷനാണ്. അതായത് ഇപ്പോൾ ഓക്കെ, നിങ്ങൾ ഓൺലൈനിൽ പെൺകുട്ടികളോട് സംസാരിക്കുന്നതിൽ നിങ്ങൾ എക്സ്പേർട്ടായി എന്ന് വിചാരിക്കുക. നിങ്ങൾ പതിയെ എങ്ങനെ ഒരു കോൺവെർസേഷൻ കൊണ്ടുപോകണം, എങ്ങനെ നിങ്ങൾ അവർ സ്കിപ്പ് ചെയ്യാണ്ട് 1 മിനിറ്റ് കൂടുതൽ നിങ്ങൾക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കാം. ചില ആൾക്കാർ ബോറടിക്കാണ്ട് മണിക്കൂറുകൾ വരെ സംസാരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉള്ളൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ആളെ സ്കിപ്പ് ചെയ്യാം, ആ ആൾക്ക് നിങ്ങളെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ സംസാരിച്ച് ബോറടിക്കുന്ന ഒരാളാണ് നിങ്ങൾ വെച്ചെങ്കിൽ അവർ നിങ്ങളെ സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോൺവെർസേഷൻ, അതായത് അവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. എസ്പെഷ്യലി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ഗൈസിനോട്, അതായത് ബോയ്സിനോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പക്കാ അഡ്വഞ്ചറസ് ആയിരിക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ സ്റ്റോറീസ് വേണം. അതായത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ, സ്റ്റോറീസ്. ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റണം. അങ്ങനെയാണ് നിങ്ങളൊരു കോൺവെർസേഷൻ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ വിശേഷം, ഫുഡ് കഴിച്ചോ, എന്താ ഇവിടെ മഴയുണ്ടോ, ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരാളും നിങ്ങളോട് സംസാരിക്കാൻ വരില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ലൈഫിൽ വേണം. നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചറസ് ആയിരിക്കണം. ആകെ കൂടെ ഒരൊറ്റ ജീവിതമുള്ളൂ. ഈ ഒരൊറ്റ ജീവിതത്തിൽ മാക്സിമം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് സെയിൽസിൽ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആകാൻ പറ്റും. ഇപ്പോൾ ഒരു സംഭവം ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അയാൾക്ക് സെല്ല് ചെയ്യുക അല്ലെങ്കിൽ അയാൾക്ക് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിന് ഭയങ്കര ഡിമാൻഡാണ്. നിങ്ങളൊരു നല്ലൊരു സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി കമ്പനിയുടെ CEOനെക്കാളും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള, അത്രയും നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റിയ പ്രൊഫഷൻ സത്യം പറഞ്ഞാൽ വളരെ റെയറായിട്ട് വേറെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിസ്സാരമായിട്ടൊരു വാട്ടർ ബോട്ടിൽ, നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ട്, ആ ബ്രാൻഡിൻ്റെ വാട്ടർ ബോട്ടിൽ 10 രൂപയുടെ ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങൾ വേറൊരാൾക്ക് സെല്ല് ചെയ്യണം. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് വാട്ടർ ബോട്ടിൽ വേറെ ഉണ്ട്. ആ സെയിം പൈസയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്വാഫിന അങ്ങനെയുള്ള ഒരുപാട് വാട്ടർ ബോട്ടിൽ നല്ലത് വാങ്ങിക്കാൻ പറ്റും. എന്തുകൊണ്ട് ഇയാൾ നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണം? അതിന് നിങ്ങൾ അയാളടുത്ത് പറയുന്ന മറുപടിക്കാണ് അവിടെ പ്രസക്തി ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്ത് സാധനത്തിനെ പറ്റിയിട്ടും സംസാരിക്കാൻ നിങ്ങളുടെ തലയിൽ പോയിന്റ്സ് വേണം. ഈ കസ്റ്റമറോട് എളുപ്പത്തിൽ മറുപടി പറയാനുള്ള വേറൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ആൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഓക്കെ ഇതിപ്പോൾ എല്ലാ
വാട്ടർ ബോട്ടിലും പോലെ തന്നെ അല്ലേ, എന്താണ് ഇപ്പോൾ നിങ്ങളെ വാട്ടർ ബോട്ടിലിന് ഇത്ര പ്രത്യേകത എന്ന് ആൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ അതുപോലെ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തുടങ്ങുക, ഈ വാട്ടർ ബോട്ടിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് എക്സാക്ട്ലി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തു, അതുപോലെ റിപ്പീറ്റ് ചെയ്തു. അവിടെ വേറെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നില്ല. ആൾ സംസാരിച്ച് നിർത്തിയപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, സംസാരിച്ച് തുടങ്ങി. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പറയുക ഈ വെള്ളത്തിൽ സോഡിയം കുറവാണ്, അല്ലെങ്കിൽ ബ്ലാ കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ആളോട് സംസാരിച്ച് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഗ്യാപ്പില്ലാതെ പോയിന്റ് ബൈ പോയിന്റ് ആളെ ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ആളെന്ത് ചെയ്യും, പെട്ടെന്ന് കൺവിൻസ്ഡ് ആവും. സ്പീഡ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കരമായിട്ടുള്ളൊരു ഫാക്ടറാണ്. നിങ്ങൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ അയാളെ പോയിന്റുകൾ വെച്ചിട്ട് പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് കൺവിൻസ്ഡ് ആവും. നിങ്ങളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളും കൺവിൻസ്ഡ് ആവില്ല. ആൾ വിചാരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് തന്നെ ഡൗട്ടാണെന്നുള്ളൊരു ഫീൽ വരും. പിന്നെ എങ്ങനെ അയാൾ അത് നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കും? നിങ്ങൾ ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിൽ ബിസിനസ് ചെയ്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആക്സെൻറ്റ് നിങ്ങൾക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ആക്സെൻറ്റ് ഭയങ്കര പ്രശ്നമാണ്. വിദേശത്ത് ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് ഫിൽറ്റർ ഇല്ലാതെ ഒരു പരമാർത്ഥം പറഞ്ഞുതരാം. നമ്മുടെ ആക്സെൻറ്റ്, ഇന്ത്യൻ ആക്സെൻറ്റിൽ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് പുറത്തുള്ള ആൾക്കാർ ഭയങ്കര കോമഡി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരുപാട് പേര് ചിലപ്പോൾ കമൻറ്റ് ചെയ്യും, നമ്മുടെ ആക്സെൻറ്റിന് എന്താ കുഴപ്പം, ഇന്ത്യൻ ആക്സെൻറ്റ് നല്ലതാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ആക്സെൻറ്റ് നല്ലതാണ്, ഞാനത് മോശമാക്കിയിട്ട് പറയുന്നതല്ല. നമ്മുടെ ആക്സെൻറ്റ് ഇത്രയും കുളമാക്കിയത് ഈ വിദേശത്തേക്കൊക്കെ സ്കാം കോളേഴ്സ്, ഇപ്പോൾ നാട്ടിലൊക്കെ കോൾ സെൻറ്ററിലൊക്കെ ഇരുന്നിട്ട് സ്കാം കോളേഴ്സ് ഓരോരുത്തരെ വിളിക്കും. വിദേശത്തൊക്കെ ഞാൻ മൈക്രോസോഫ്റ്റ് എന്ന് മറ്റേ ആൽബർട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഓരോരുത്തർ വിളിക്കും. പക്കാ തിക്ക് ഇന്ത്യൻ ആക്സെൻറ്റിലാണ് വിളിക്കുക. എന്നിട്ട് പറയും ഞാൻ ലോസ് ആഞ്ചലസിൽ നിന്ന് വിളിക്കണം എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്കാമിങ്ങിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സ്കാമേഴ്സും കോൾ സെൻറ്റേഴ്സും ഒക്കെ കൂടെ നമ്മുടെ ആക്സെൻറ്റ് നശിപ്പിച്ച് വെച്ചേക്കാണ് ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പെൺകുട്ടിയുടെ കൂടെ വിദേശത്തൊക്കെ നമ്മൾ ഡേറ്റിന് പോകുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത് ആരും വില കൽപ്പിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് വാല്യൂ ഉണ്ടെന്ന് ആരും തോന്നൂല. എല്ലാവരും നമ്മളൊരു കോമഡി പീസാക്കിയിട്ടാണ് നമ്മുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക, ഇനിയിപ്പോൾ നിങ്ങൾ കടുംപിടുത്തം പിടിച്ചിട്ട് ഇന്ത്യൻ ആക്സെൻറ്റേ പറയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഓക്കെ, ഗുഡ് ലക്ക് ടു യു. നിങ്ങളടുത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് ആക്സെൻറ്റ് പഠിക്കണം. അതിപ്പോൾ UK ആയാലും കുഴപ്പമില്ല, US ആക്സെൻ്റ് ആയാലും കുഴപ്പമില്ല. പണ്ടൊക്കെ ഈ UK ആക്സെൻ്റ് ആയിരുന്നു ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. കാരണം ബ്രിട്ടീഷുകാർ എല്ലാ സ്ഥലത്തും കോളനൈസ് ചെയ്തുകൊണ്ട്, ഈവൻ നമ്മുടെ സ്കൂളിലും നമ്മുടെ നാട്ടിൽ വരെ അവർ നമ്മുടെ ബ്രിട്ടീഷ് കരിക്കുലും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേൾഡ് വൈഡ് ആൾക്കാർ അമേരിക്കൻ ആക്സെൻ്റ് ആണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക അമേരിക്കൻ ആക്സെൻറ്റ് പഠിക്കുക. അമേരിക്കൻ ആക്സെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് TV ഷോസും അല്ലെങ്കിൽ ഒരുപാട് പോഡ്കാസ്റ്റുകളാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. ഇപ്പോൾ ജോ റോഗൻ്റെ പോഡ്കാസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സബ് ടൈറ്റിൽ ഓഫ് ചെയ്തിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട്. സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ മൈൻഡ് ഇന്ത്യൻ ആക്സെൻറ്റിലാണ് താഴെ കിടക്കുന്ന സാധനം റീഡ് ചെയ്യുക. അതായത് സബ് ടൈറ്റിൽ നിങ്ങൾ വായിക്കുക ഇന്ത്യൻ ആക്സെൻറ്റിലായിരിക്കും. അപ്പോൾ സബ് ടൈറ്റിൽ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ജോ റോഗൻ പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പോഡ്കാസ്റ്റ് നിങ്ങൾ കാണുക. ഒരു ഡെയിലി ബേസിസിൽ 1 മണിക്കൂർ 1/2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് കാണുക. അത് എന്ത് വിഷയത്തിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വിഷയത്തിനെ കുറിച്ചിട്ടാവും, കോമഡിനെ പറ്റിയിട്ടാവാം, സ്പേസിനെ പറ്റിയിട്ടാവാം, എന്ത് സംഭവത്തിനെ പറ്റിയിട്ടാണെങ്കിലും നിങ്ങൾ ഈ സംഭവം കേട്ടിട്ട് പോഡ്കാസ്റ്റിലെ ഹോസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ട്രാൻസ് മൂവിയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഈ ഫഹദ് ഫാസിൽ ഒരു TV നോക്കിയിട്ട് ആ ന്യൂസ് റീഡർ റീഡ് ചെയ്യുന്ന ന്യൂസ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു സീന് ട്രാൻസിലുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ TV ഇപ്പോൾ ഒരു മൂവി കാണുകയാണെങ്കിലും, അല്ലെങ്കിൽ TV ഒരു സ്പീച്ച് കാണുകയാണെങ്കിലും, ഇപ്പോൾ ഒബാമയുടെ സ്പീച്ച് അല്ലെങ്കിൽ ട്രംപിൻ്റെ സ്പീച്ചൊക്കെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നിങ്ങൾ ആക്സെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ നോക്കുക. ഇങ്ങനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആക്സെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എൻ്റെ ആക്സെൻറ്റും ആക്ച്വലി പെർഫെക്റ്റ് ഒന്നുമല്ല, ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ അതിനുള്ള എഫേർട്ട് എടുത്ത് എല്ലാ ദിവസവും 1/2 മണിക്കൂർ 1 മണിക്കൂർ ഞാനതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഓഫീസിലുള്ള ജനറൽ മാനേജർ എന്ന് പറഞ്ഞാൽ പുള്ളി US സിറ്റിസൺ ആണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാക്കിയിട്ട് ആളോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, US-ലും UK ഉള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ച് ശീലിക്കുക. അവരോട് എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. നമ്മുടെ നാട്ടുകാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ ആൾക്കാരുടെ കൂടെ കൂടുതലും സമയം കറങ്ങാൻ നമ്മുടെ ആൾക്കാരുടെ കൂടെ നടക്കുക. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണം, ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിദേശികളുടെ കൂടെ ജീവിക്കുക, അല്ലെങ്കിൽ വിദേശികളുടെ കൂടെ സംസാരിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ആക്സെൻ്റ് ഉണ്ട്. ലോകത്തിലുള്ള ഇപ്പോൾ ചൈനീസ് ആണെങ്കിൽ അവരുടെ ആക്സെൻ്റ് ഉണ്ട്, പിന്നെ റഷ്യക്കാർക്ക് അവരുടെ ആക്സെൻ്റ് ഉണ്ട്. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവരുടെ സ്ലാങ്ങിലാണ് സംസാരിക്കുക.
അതിൽ ചില ആൾക്കാർ കോമഡി ആയിട്ട് പറയും, ചില ആൾക്കാരെ നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ട് പറയും. പക്ഷെ നമ്മുടെ ആക്സെൻറ്റിന് ഇത്രയും മോശം പേര് വരാൻ കാരണം ഞാൻ എക്സാക്ട്ലി പറയുന്നത് ഈ കോൾ സെൻറ്റേഴ്സാണ്. നാട്ടിൽ നിന്ന് ഈ ആൾക്കാരുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറൊക്കെ ചോദിച്ചിട്ട് വിദേശത്തേക്ക് വിളിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു മാഫിയ തന്നെ നാട്ടിൽ പല പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. ഈ 2024 ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ, എസ്പെഷ്യലി പുതിയ തലമുറയിലുള്ള ആൾക്കാർ എല്ലാവർക്കും ഒരു വിക്ടിം മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ വിക്ടിമിനെ പോലെ നടക്കുന്നത്. ചുമ്മാ ഇങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ ഒന്ന് പൊട്ടിക്കാൻ തോന്നും. അങ്ങനെ, അതായത് പക്ക വീക്കായിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് നമ്മുടെ ആക്ച്വൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. ഒരാൾ ഇപ്പോൾ റോഡിലൂടെ നടക്കുന്ന സമയത്ത് ആൾ വീക്കാണോ ആളൊരു വിക്റ്റിമാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചുമ്മാ നോക്കിയാൽ മനസ്സിലാവും. ആളുടെ പോസ്ചർ അല്ലെങ്കിൽ ആളുടെ മെൻറ്റാലിറ്റി, ആളുടെ നടത്തം. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഫോർമാറ്റിൽ വേണം നടക്കാൻ. അതായത് നിങ്ങൾ ഷോൾഡർ വിരിച്ചിട്ട് നല്ല പോസ്ചറിൽ കോൺഫിഡൻറ്റോടെ വേണം നമ്മൾ എന്ത് ചെയ്യുക. എവിടെ പോവുകയാണെങ്കിലും അത് വിചാരിച്ച് മസിൽ പിടിച്ച് ജിമ്മിൽ പോയി നടക്കുന്ന പോലെ നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മുടെ ഒരു കോൺഫിഡൻസ് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ കാണിക്കണം. അതായത് നമ്മുടെ വായ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോഡി ലാംഗ്വേജ് കണ്ടാലും ഒരാൾക്ക് മനസ്സിലാവണം, ഓക്കെ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത്. നിങ്ങൾ വേൾഡ് ലീഡേഴ്സിനെ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ റഷ്യയുടെ പൂറ്റിൻ, അല്ലെങ്കിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള വേൾഡ് ലീഡേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ നടക്കുന്നത് എങ്ങനെയാണ്, അവർ ഇരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രംപൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ആൽഫ മെയിലാണ്. ഇപ്പോൾ റഷ്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള പൂറ്റിനൊക്കെ ആണെങ്കിൽ പുള്ളി ex-KGB, അതായത് റഷ്യയുടെ സീക്രട്ട് സർവീസിൽ പണ്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ആൾക്ക് അതിൻ്റെ ട്രെയിനിങ് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇയാളായിട്ട് കളിക്കാൻ പറ്റില്ല, ഇയാളായിട്ട് നമ്മളെ ട്രിക്സും കാര്യങ്ങളൊന്നും ചിലവാവില്ല എന്നുള്ളത് ആളെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഉള്ളൊരു ഫോർമാറ്റിലേക്കാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടുവരേണ്ടത്. അത് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഒരിക്കലും നിങ്ങളൊരാളെ തല്ലാൻ പോകുന്ന പോലെ ഇങ്ങനെ നടക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളെപ്പോഴും കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കണം. അതാണ് എപ്പോഴും കാമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൻ്റെ ഉടമയാണ് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൻ്റെ ഉടമ. നിങ്ങൾ വളരെ കാമായിട്ട് പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നടക്കണം. നിങ്ങൾ തല്ലാൻ പോകുന്ന പോലെയല്ല നടക്കേണ്ടത്, പക്ഷേ എപ്പോഴും ഒരു തല്ലിന് റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു വയലൻസ് നിങ്ങളുടെ ചുറ്റും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളതിന് പ്രിപ്പയർഡാണ് ഫൈറ്റ് ചെയ്യാനെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ നടക്കാൻ. അല്ലാണ്ട് അയ്യോ ലോകം എന്താണോ എനിക്ക് തരുന്നത് ഞാൻ സ്വീകരിക്കും, ഞാനൊരു വിക്റ്റിമാണ്, എനിക്ക് ഡിപ്രഷനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയല്ല നടക്കേണ്ടത്. ഇത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സഭയിലിരിക്കുകയാണ്, ഒരുപാട് ആൾക്കാരുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സംസാരിക്കേണ്ടത് നിങ്ങളുടെ അവസരം വരുമ്പോൾ മാത്രമാണ്. ചുമ്മാ ബഹളം ഉണ്ടാക്കിയിട്ട് ആൾക്കാരുടെ ഇടയിൽ കയറി സംസാരിക്കാൻ നിൽക്കരുത്. ഒരു റൂമിലെ ഏറ്റവും ഡേഞ്ചറസ് ആൻഡ് സ്മാർട്ടായിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ അവിടെ കാമായിട്ടിരിക്കുന്ന ആളാണ്. ഒരിക്കലും ബഹളം ഉണ്ടാക്കി ഏറ്റവും ലൗഡായിട്ടുള്ള ആളല്ല ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾ. ആ ആളാണ് ഏറ്റവും വീക്കായിട്ടുള്ള ആൾ. പിന്നെ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം സോറി മൈ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞിട്ട് അത് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു ശീലം വളർത്തിയെടുക്കുക. നിങ്ങൾക്ക് പെൺകുട്ടികളുടെ അടുത്ത് പോയി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് എംപ്റ്റി ആകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടി, സംസാരിക്കാനുള്ള പേടി, അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുമെന്നുള്ള പേടി, ഇങ്ങനെയൊക്കെയുള്ള പേടി വരാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിൽ അവൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വിചാര ലോകത്ത് അവൾ മാത്രമാണ് ആകെയുള്ളൊരു പെൺകുട്ടി എന്നുള്ളൊരു തോട്ടിലാണ് നിങ്ങൾ അവളോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പണി കിട്ടും. ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഈ കുട്ടീനെ എനിക്ക് ഇഷ്ടമാണ്, ഭംഗിയുണ്ട്, ഞാൻ അടുത്ത് പോയി സംസാരിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ അവൾ നോ പറഞ്ഞാലും ലോകത്തിൽ 4 ബില്യൺ പെൺകുട്ടികൾ വേറെയുണ്ട്. ഓക്കെ എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, അപ്പോൾ എനിക്ക് അവരോട് പോയിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പെൺകുട്ടികളോട് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ, ഓക്കെ അവൾ നോ പറഞ്ഞു, അവൾക്ക് എന്നെ ഇഷ്ടമായില്ല, ഓക്കെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ബൈ പറഞ്ഞിട്ട് പോവുക. എന്നിട്ട് അടുത്ത പെൺകുട്ടിയോട് പോയിട്ട് സംസാരിക്കുക. ആക്ച്വലി പെൺകുട്ടികളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് അപ്കമിങ് വീഡിയോസിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വോയിസ് ട്രെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വളരെ ലൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ബേസ് കുറച്ച് കൂട്ടിയിട്ട് ആൾക്കാർക്ക് ഡോമിനൻ്റ് ആയിട്ടുള്ള വോയിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കേട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോറി അല്ലെങ്കിൽ സിനിമയുടെ ഒക്കെ തുടക്കത്തിൽ ഈ നറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കഥ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ നമ്മൾ കേട്ടിരിക്കാനുള്ള മെയിൻ കാരണം അതാണ്. അവർക്ക് ഡോമിനൻ്റ് ആയിട്ടുള്ള ബേസ് ഉള്ള വോയിസ് ആണുള്ളത്. നിങ്ങൾ KGFൻ്റെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന നറേഷൻ, അതായത് ഒരു അപ്പൂപ്പനുണ്ടല്ലോ, പുള്ളി ഇരുന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഹീറോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്, ആ ആളുടെ വോയിസിന് ഭയങ്കര ഡെപ്ത് ഉണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ ആളുടെ വോയിസ് കേട്ടിരുന്നിട്ട് നമുക്ക് രോമാഞ്ചമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വോയിസ് ട്രെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വോയിസിൻ്റെ ബേസ് കൂട്ടാനും വോയിസിൻ്റെ ക്വാളിറ്റി കൂട്ടാനൊക്കെ ഉള്ള ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോൾഡർ ബാക്ക് ചെയ്തിട്ട് ചെസ്റ്റ് അപ്പ് ചെയ്തിട്ട് പോസ്ചർ കറക്റ്റ് ചെയ്യുക. പോസ്ചർ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. അത് നിങ്ങൾക്ക് നല്ല ബ്രീത്തിങ്, നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പ്, ഇതിനൊക്കെ ബാധിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സിനെ ബാധിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ പോസ്ചർ എന്ന് പറഞ്ഞാൽ. പോസ്ചർ മോശമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലുക്കേ മാറിപ്പോകും. അതുകൊണ്ട് പോസ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് വോയിസിന് ബേസ് കൂട്ടാൻ പറ്റും. വോയിസ് ട്രെയിൻ ചെയ്യാനും ബേസ് കൂട്ടാനൊക്കെ ഒരുപാട് എക്സസൈസും ഒരുപാട് ട്രെയിനിങ്ങും ഒക്കെ ഉണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഓൾറെഡി ടൈം കൂടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികൾ ഭയങ്കര വീക്കാണ്. 90% ആൾക്കാരും ഒന്നെങ്കിൽ പോൺ അഡിക്ഷൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, അല്ലെങ്കിൽ ലവ് ഫെയിലിയർ, ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഈ ചാനൽ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ആണുങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ്. ആൺകുട്ടികൾക്ക് എങ്ങനെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ അവരുടെ ജീവിതം ഒരുപാട് ബെറ്റർ ആക്കാം, എങ്ങനെ അവർക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് അവരുടെ ഫാമിലീനെ രക്ഷപ്പെടുത്താം, അവരുടെ ജീവിതം രക്ഷപ്പെടുത്തിയെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസ് എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്യുക. ഇനിയും വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് മെറി ക്രിസ്മസ്. Give up. If I do something, man, I do it till I get what I want. I turn a business out of nothing into something I love. I got a poker face, but honestly, I'm not one to bluff. I flip a switch, never miss, man, I always stay up. Don't let them see you, bitch.